തന്ത്രിക്കെതിരെ തെളിവിന്റെ തരി പോലുമില്ലെന്ന് കോടതി കണ്ടെത്തിയതോടെ അറസ്റ്റിന് പിന്നിൽ പ്രതികാരമെന്ന വാദം സർക്കാരിന് കുരുക്കാവുകയാണ്. അറസ്റ്റ് ചെയ്ത് 41 ദിവസമാണ് തന്ത്രിയെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചത്. തന്ത്രിക്കെതിരെ തെളിവിന്റെ തരി പോലും ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞില്ല എന്ന് കണ്ടെത്തിയാണ് ഒടുവിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയത്. പിന്നെ എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യം ഉയരുന്നതിനിടെയാണ് അറസ്റ്റിന് പിന്നിൽ സർക്കാരിന്റെ പ്രതികാരമെന്ന തന്ത്രിയുടെ ജാമ്യവാദം പ്രസക്തമാകുന്നത്. ഇവരിവിടെ കയറുവാണെങ്കിൽ നടയടച്ചിട്ട് ഞാൻ താക്കോൽ മാനേരെ ഏൽപ്പിച്ചിട്ട് ഇറങ്ങുവാന്നുള്ളതേ ഉള്ളൂ. ഇറങ്ങുവാണ്. ഞാൻ ഭക്തജനങ്ങൾക്കൊപ്പമാണ്, വിശ്വാസികൾക്കൊപ്പമാണ്. രഹന ഫാത്തിമയുമായി പോലീസ് സംഘം മലകയറിയെത്തിയപ്പോഴാണ് യുവതീ പ്രവേശത്തെ എതിർത്ത ശക്തമായ നിലപാട് തന്ത്രിയെടുത്തത്. ഈ നിലപാടിനുള്ള പ്രതികാരമാണ് തന്റെ അറസ്റ്റിന്റെ ഒന്നാം കാരണമെന്നാണ് തന്ത്രി ആരോപിക്കുന്നത്. ഇതുകൂടാതെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ വർഷത്തിൽ എല്ലാ ദിവസവും നട തുറക്കണമെന്ന സർക്കാരിന്റെ ആവശ്യത്തെ എതിർത്തതും വൈരാഗ്യ കാരണമായെന്നും തന്ത്രി ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണെന്നതായിരുന്നു SITയുടെ പ്രധാന വാദം. CPMും ഇത് ഉന്നയിച്ചിരുന്നു. എന്നാൽ പോറ്റിയുടെ ഭാര്യാപിതാവ് ശബരിമലയിൽ കീഴ്ശാന്തിയും ഭാര്യാപിതാവിന്റെ സഹോദരൻ ഗാർഡുമായിരുന്നു. ഈ ചരിത്രം മനഃപൂർവ്വം മറച്ചുവെച്ചാണ് താനാണ് പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതെന്ന കള്ള റിപ്പോർട്ട് SIT ഉണ്ടാക്കിയതെന്നും തന്ത്രി വാദിക്കുന്നു. ഇത്തരത്തിൽ സർക്കാരും SITയും ചേർന്നുള്ള ഗൂഢാലോചനയാണ് അറസ്റ്റിന് പിന്നിലെന്നാണ് തന്ത്രിയുടെ വാദത്തിന്റെ ചുരുക്കം. ഇതിനെ SIT എതിർത്തെങ്കിലും പോറ്റിയുമായുള്ള ബന്ധമടക്കം ഒന്നിനും തെളിവില്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഇതോടെ പോറ്റിയെ മലയിൽ കയറ്റിയതിനൊപ്പം തന്ത്രിയെ ജയിലിൽ കയറ്റിയതും സർക്കാർ എന്ന പുതിയ വിവാദത്തിന് കൂടി തിരികൊളുത്തുകയാണ്.